BJP എന്ന് പറയുമ്പോൾ ഉടനെ വർഗീയത എന്ന് പറയും. BJP വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യൂ. കോൺഗ്രസും പറയും, ഇടതുപക്ഷം പറയും. BJPയുടെ വർഗീയത എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അയോധ്യയിൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ഒരു ദേവാലയം, അത് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിതു. ആർക്കു വേണ്ടി? ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ? രാമക്ഷേത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ട്. ഹിന്ദു വികാരം വിജൃംഭിപ്പിച്ച് അതിനെ വോട്ടാക്കി മാറ്റി കസേരകൾ ഉറപ്പാക്കാൻ, അധികാര കസേരകൾ. അതാണ് BJPയുടെ അജണ്ട. അല്ലാതെ ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം കൊണ്ട് എന്താ പ്രയോജനം? കാൽക്കാശിന്റെ പ്രയോജനം ഇല്ല. ഹിന്ദുക്കളുടെ പട്ടിണി, ഹിന്ദുക്കളുടെ തൊഴിലില്ലായ്മ, ഹിന്ദുക്കളുടെ ദാരിദ്ര്യം, ഹിന്ദുക്കളുടെ വിലക്കയറ്റം, ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസമില്ലായ്മ, ഇതൊക്കെയാണ് ഹിന്ദുവിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് മുസ്ലിമിന്റെ, ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെയും പ്രശ്നം. രാമക്ഷേത്രം പണിത് ഇതിന് പരിഹാരമാകുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഓരോ രാമക്ഷേത്രം പണിത് നമുക്ക് ഇന്ത്യയിലെ 75% ആളുകളുടെ പ്രശ്നം ഒറ്റയടിക്ക് പരിഹരിക്കാമായിരുന്നല്ലോ. എന്താ ചെയ്യാത്തെ? BJP ഇന്ത്യയിൽ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ 1429 ഉൽപ്പന്നങ്ങളെ സ്വതന്ത്ര ഇറക്കുമതി പട്ടികയിൽ പെടുത്തിക്കൊണ്ട് ആഗോളീകരണ നയങ്ങൾക്കാണ് ആക്കം വർദ്ധിപ്പിച്ചത്. അന്ന് RSSകാര് നെറ്റിയിൽ തൊട്ട് നടക്കുന്ന കുങ്കുമത്തിന്റെ പോലും വില വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ അതിനെ ഈ സ്വതന്ത്ര ഇറക്കുമതി പട്ടികയിൽ പെടുത്തി. അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെ ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല. അധികാരത്തിലെത്തുന്നത് വരെ ഈ രാജ്യത്ത് ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു വികാരം ഇളക്കി വിട്ട് വോട്ട് പിടിക്കും. അതാണ് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം. അതിന് ഹിന്ദു മതവുമായി പുലബന്ധം പോലും ഇല്ല. ഹിന്ദുത്വ എന്നുള്ളത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം. ഇതൊരു മതേതര രാജ്യമാണ്. ഏതൊരാൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാം, വിശ്വസിക്കാതെയും ഇരിക്കാം. എന്റെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്റെ വിശ്വാസം മാത്രം മതി ഈ രാജ്യത്ത്, അല്ലാത്തവർക്ക് ഈ രാജ്യം വിട്ടുപോകാമെന്ന് പറയാൻ പാടില്ല. ഈ രാജ്യം എല്ലാവരുടേതുമാണ്, ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതും. അപ്പൊ വർഗീയതയാണ് BJPയുടെ തുരുപ്പ് ചീട്ട്, മതമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രയോജനവും BJP ഭരണം കൊണ്ടുണ്ടാകാത്തത്. അത് BJPയുടെ മാത്രം കാര്യമല്ല, ഒരു പാർട്ടിക്കും മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കാനാവില്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ എല്ലാം പ്രശ്നം പരിഹരിച്ചോ? മുസ്ലിങ്ങളിലാണ് കൂടുതൽ നിരക്ഷരര്, മുസ്ലിങ്ങളിലാണ് പാവപ്പെട്ടവർ, ദരിദ്രർ കൂടുതൽ. എത്ര തവണ മുസ്ലിം ലീഗ് കേരളത്തിൽ അധികാരത്തിൽ വന്നു? എന്തേ മുസ്ലിങ്ങളെ ഉദ്ധരിക്കാത്തത്? മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുസ്ലിം ലീഗിനാവില്ല. നമ്മൾ കണ്ടില്ലേ, മായാവതിയും കാൻഷിറാബും എല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ അവതരിച്ചു. ഇന്ത്യ ദലിതരെ ഉദ്ധരിക്കാനെന്നാ പറഞ്ഞേ. കസേര കിട്ടി UPയിൽ ദലിത് രാഷ്ട്രീയം കളിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അന്നു മുതൽ കൈയിട്ട് വരാൻ തുടങ്ങി ഖജനാവിൽ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയായി മായാവതി മാറി. ഇതാണ് ദലിത് രാഷ്ട്രീയം. ദലിതരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? ഉത്തർപ്രദേശിൽ ദലിതർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മായാവതിയുടെ ഉത്തർപ്രദേശിൽ പശുവിന്റെ പേരിൽ, ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു ഉത്തർപ്രദേശിൽ. എത്ര സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നത്? എത്ര ദലിത് സ്ത്രീകൾക്ക് നേരെയാണ് കൊടിയ ആക്രമണങ്ങൾ നടക്കുന്നത്? ഉത്തർപ്രദേശിൽ ഒരു സന്യാസിയെ ഭരിക്കുന്ന, ഒരു കപട സന്യാസി. ഈ സന്യാസിയാണ് അവിടുത്തെ എല്ലാ അതിക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാണാതെ പോകരുത്. ഈ രാജ്യത്തെ BJPയുടെ രാഷ്ട്രീയം ഇതാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ? ജനങ്ങൾക്ക് ഇതുകൊണ്ട് തരുമെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. BJP കൈയാളുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്.